വൃഷാജി വൃഷഭോഷോദര വർദ്ധനോ വർദ്ധമാനശ്രീസാഗര സുഖിജോ ദുർധരോ വാഗ്നി മഹേന്ദ്രോ വസുദോ വസു നൈകരൂപോ ബൃഹദ്രൂപ ശിവവിഷ്ണപ്രകാശന ഓജസ്തേജോധര പ്രകാശാത്മാ പ്രതാപഃ ഋതസ്പക്ഷാക്ഷരോ മന്ത്രചന്ദ്രാംശുർഭാസ്കരദ്യുതി അമൃതാം ശുദ്ധോ ഭാനുശസ്രിന്ദു ശ്രീശ്വര ഔഷധം ജഗതസേതുസത്യപരാക്രമ ഭൂതഭവ്യ ഭവന്നാഥ പവന പാവനവനലഃ. നമസ്കാരം, ഞാൻ മംഗലം സഞ്ജയൻ. ഞാൻ ഇന്ന് എൻ്റെ തറവാട്ടിലെ ഒരു വിശേഷപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഒരു സമാധി മണ്ഡപമാണ്. സമാധി ഇരിക്കുന്ന ഒരു ശൈവ സന്യാസിയുടെ, ഒരു സിദ്ധരുടെ സമാധിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. എൻ്റെ പൂർവികനായി ജനിച്ചിരുന്ന ആളാണ്. കൊല്ലവർഷം 474 കുംഭത്തിലെ ഉത്ര നക്ഷത്ര ദിവസമാണ് അദ്ദേഹം സമാധിയായിരിക്കുന്നത്. ഇവിടുത്തെ രേഖപ്രകാരം ഉത്ര നക്ഷത്ര ദിവസം രാവിലെ മുതൽ കണക്കാക്കുമ്പോൾ 22.5 നാഴിക കടന്നപ്പോഴാണ് അദ്ദേഹം സമാധിയായിരിക്കുന്നത്. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള രേഖകൾ തന്നെ പറയുന്നതും എൻ്റെ പൂർവികർ പറഞ്ഞുള്ള അറിവും 3 മാസം മുമ്പ് തന്നെ സമാധിയാകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ആ ദിവസം സദ്യയൊക്കെ വെച്ച് സദ്യയെല്ലാം കൊടുത്ത് കൃത്യമായ സ്ഥാനം കണ്ട് കുഴിയെടുത്ത് അതിൽ കൃത്യസമയത്തിരുന്ന് സമാധിയാവുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ അറിവുകളുമുള്ളത്. സമാധിയുടെ മാഹാത്മ്യം ഒക്കെ മനസ്സിലാക്കി ഏകദേശം 1990 വരെ കുറേയേറെ ഭംഗിയായിട്ടൊക്കെ ആചരിച്ചിരുന്നു. പിന്നീടത് അതിൻ്റെ കുറച്ചൊരു ലോപം സംഭവിച്ചു. തമിഴ് സിദ്ധനായിരുന്ന കേളക്കിയർ സിദ്ധരുടെ സമാധി അദ്ദേഹത്തിൻ്റെ പുനർജന്മമാണ് എന്നാണ് രേഖകളിലെല്ലാം ഉള്ളതും മുൻഗാമികൾ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ 4 കെട്ട് രണ്ടാമത് പുതുക്കി പണിഞ്ഞതും അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ഒരു 10 വർഷം ശേഷമാണ്. അങ്ങനെ എല്ലാത്തിനും കലിസംഖ്യയും കണക്കുകളും വെച്ചിട്ടാണ് മുൻഗാമികൾ പോയിരിക്കുന്നത്. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ഒരു സംഭവമാണ്. പൂർവ്വകാലത്തെ രേഖകളിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ തമിഴും മണിപ്രവാളവും ഒക്കെ ചേർന്നതൊക്കെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഈ സമാധിയുടെ പ്രത്യേകത കേളക്കിയർ സിദ്ധരുടെ പുനർജന്മമായിരുന്ന അപ്പാവ് സ്വാമികളെന്നായിരുന്നു. ഇവിടെ ഈ കുടുംബം വന്നിരിക്കുന്നത് 1336 വർഷം മുമ്പാണ് 4 കെട്ട് വെച്ചത്. അതിനുശേഷം 700 വർഷം കഴിഞ്ഞപ്പോഴാണ് കേളക്കിയരുടെ പുനർജന്മമായിരുന്ന അപ്പാവ് സ്വാമികളുണ്ടായത്. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള അറിവുകളെല്ലാം അദ്ദേഹം മക്കളുണ്ടാകാതിരുന്ന ഒരു അമ്മയ്ക്കും അച്ഛനും 10 വർഷത്തെ കഠിന തപസ്സിന് ശേഷം ഉണ്ടായതാണ് മകനെന്നാണ് കണക്കുകൾ. അദ്ദേഹം ധാരാളം ആയുർവേദ ഗ്രന്ഥങ്ങളും പിന്നെ ജ്യോതിഷ ഗ്രന്ഥങ്ങളും മാന്ത്രിക ശാസ്ത്രവും എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനെ കൊണ്ടുള്ള മാന്ത്രികങ്ങളും സുബ്രഹ്മണ്യനെ കൊണ്ടുള്ള മാന്ത്രിക കർമ്മങ്ങൾക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യം ഇവിടെ ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യനെ അടിസ്ഥാനമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു കേട്ടതെന്നും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അത് ഓർമ്മയിൽ വെച്ച് എഴുതിയതുമായ ആയുർവേദ ഗ്രന്ഥങ്ങളും ഒക്കെ ധാരാളമുണ്ട്. പിന്നെ ഇന്ന് ഭാരതത്തിൽ തന്നെ നാമാവശേഷമായിരിക്കുന്ന സത്യജാതകം, സത്യാചാര്യ എഴുതിയ സത്യജാതകത്തിൻ്റെ പിന്മുറക്കാരായിരുന്നു ഇവർ. ഏകദേശം ഈ ഒരു 1700-കൾ 600-കളിലാണ് പ്രശ്നമാർഗവും മറ്റുള്ള ഗ്രന്ഥങ്ങളും കൂടുതലായിട്ട് വരുമ്പോഴും ഒരു രാശിയെ 180 ഭാഗിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം വെച്ച് ജ്യോതിഷം പറയുന്ന ധ്രുവശാസ്ത്രം അല്ലെങ്കിൽ ധ്രുവനാഡി, സത്യജാതകം, സത്യസംഹിത എന്നീ പേരുകളാണ് അറിയപ്പെടുന്നത്. അത് വെച്ചാണ് പൂർവ്വജന്മം സൂക്ഷ്മമായി പറയണമെങ്കിൽ സത്യജാതകം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹത്വം ഈ കുടുംബത്തിനുണ്ട്. അതിൻ്റെ എല്ലാം മുൻഗാമിയായിട്ട് ഇദ്ദേഹം ഇവിടെ നിലകൊള്ളുകയാണ്. ഈ സമാധിയുടെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സമാധിയുടെ മുകളിലായിട്ട് കല്ലുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ആര് മരിച്ചാലും ഒരു പാറ വയ്ക്കും. അത് എൻ്റെ ഓർമ്മയിൽ ഒരു 3-3.5 അടിയോളം പൊക്കത്തിൽ മേളിലുണ്ടായിരുന്നു. അത് താഴേക്കിരിക്കുകയാണ്. സമാധി ആയതുകൊണ്ട് ഇതിനകത്ത് തന്നെ ശരീരം കേടാകാതെ ഇപ്പോഴും നിലകൊള്ളുന്നുവെന്നാണ്. ഇതിൻ്റെ ചരിത്രം അനുസരിച്ച് 64 ഭൈരവ സാന്നിധ്യത്തോടു കൂടിയാണ് ഈ സമാധി ഇരിക്കുന്നത് എന്നാണ്. ഈ പ്രദേശത്തിൻ്റെ മൊത്തം ശക്തി സംവഹിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ കുടികൊള്ളുന്നു എന്നാണ്. പുരയിടത്തിൽ തന്നെ ഈ ഭൂമിയിൽ ഇതിനു മുമ്പ് കളരി നിന്നതാണ്, കുഴിക്കളരി. അതൊക്കെ പിൽക്കാലത്ത് നശിച്ചുപോയി. അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ മറ്റൊന്നാണ്. പിന്നെ ഇതിനോട് സമീപം തന്നെ മറ്റ് ചില മരണം സംഭവിച്ച സാന്നിധ്യങ്ങളെയും കൂടി ഇരുത്തിയതിനാലാണ് കുറച്ചിതിൻ്റെ ഒരു കാലഘട്ടത്തിൽ പ്രൗഢി കുറഞ്ഞു പോയതെന്നാണ് മുൻഗാമികൾ തന്നെ പറയുന്നത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴത് മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഇരിക്കുന്നത്.
അതിനും ഒരു കാലത്ത് നമ്മൾ മാറ്റിയിട്ട് ഈ സമാധിയെ അത്രയും സംരക്ഷിക്കണമെന്നാണ് അതിൻ്റെ നിഗമനം. മറ്റൊന്ന്, ഇവിടെ ഒരു വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലയിൽ ഭസ്മം കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ പ്രസാദമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കടല പുഴുങ്ങിയിട്ട് കൊടുക്കുക, അതാണ് ഇവിടുത്തെ നേദ്യമായിട്ടുള്ളത്. അങ്ങനെ ഭഗവാന് ഇവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് മുല്ലപ്പൂക്കൾ സമർപ്പിക്കുക, പിന്നെ മാല സമർപ്പിക്കാൻ. പ്രധാന മുല്ലപ്പൂവാണ്. ഞാൻ ചെയ്യുന്നത് മുല്ലപ്പൂക്കൾ തന്നെയാണ്. ഇവിടെ ഉള്ളവർ സമർപ്പിക്കുന്നത് മുല്ലപ്പൂക്കൾ എന്നാണ് സങ്കല്പം. പിന്നെ അദ്ദേഹത്തിന് സുഗന്ധം ഒത്തിരി ആവശ്യമാണ്. ഇത് 64 ഭൈരവരുടെ സാന്നിധ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നാണ് കണക്ക്. ഇത് ഉത്തരോത്തരം ഭംഗിയായിട്ട് വീണ്ടും എത്തും എന്നും കൂടിയാണ് നിഗമനം. ഇത് എത്രയും വേഗം ഇതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ട് വന്നു എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഞാൻ ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും എത്രയും വേഗം ഇതിനെ കൂടുതൽ ഉത്തരോത്തരം ഭംഗിയായിട്ട് കൊണ്ടുവരിക എന്നുള്ളതുമായിരുന്നു. ഇവിടെ ചാത്തൻ സേവയും ജ്യോതിഷം, മാന്ത്രികം, വൈദ്യം എന്നിവയുടെയൊക്കെ വളരെ ആരാധ്യരായ പുരുഷന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ തകർച്ചയായിട്ട് പറയുന്നത് അച്ഛൻ മുതലുള്ള 3 തലമുറയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആൾ. എൻ്റെ അച്ഛനെന്ന് പറയുമ്പോൾ മംഗലം ബാലകൃഷ്ണൻ വൈദ്യർ. അദ്ദേഹം മംഗളത്തിൽ ഗൃഹവൈദ്യം എഴുതുന്ന ഒറ്റമൂലി, പിന്നെ പഴയ കാലത്ത് തനിനിറത്തിലും കൗമുദിയിലും ഒക്കെ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ DC ബുക്സ് പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്തെ കഥാപ്രസംഗക്കാരനായിരുന്നു, അങ്ങനെ കാഥികനായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അച്ഛൻ മുതലുള്ള പുറകോട്ട് 3 തലമുറകൾ അതിന് വേണ്ടുന്ന പ്രാധാന്യം എത്രമാത്രം കൊടുത്തു എന്നുള്ളതിലൊരു പ്രശ്നം ഉണ്ട്. അതിലൂടെയാണ് കുറച്ചൊരു താഴ്ച വന്നത് എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് വിദ്യാകേന്ദ്രം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മുടിയെഴുന്നള്ളത്ത്, ഇങ്ങനെയുള്ള കുറേ ചടങ്ങുകൾ ഇതിനോടൊപ്പം നടന്നിരുന്നു. എന്നാൽ അത് ഈ സമാധിയുമായി ബന്ധിപ്പിച്ചായിരുന്നില്ല. അങ്ങനെ അത്തരം ഭദ്രകാളി സങ്കല്പവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്തിയിരുന്നവരെയും ഇതിൻ്റെ അടുത്ത് തന്നെയൊക്കെ ആവാഹിച്ചിരുത്തുന്ന സങ്കല്പങ്ങളൊക്കെ ഒരു 3 തലമുറ എല്ലാത്തിനും രേഖകൾ സൂക്ഷിച്ചു വെച്ചിട്ടാണ് മുൻഗാമികൾ പോയിരിക്കുന്നത്. അങ്ങനെ ചെയ്തു. പക്ഷേ ഈ സമീപത്ത് വലിയൊരു കടുക്കാവൃക്ഷം ഉണ്ടായിരുന്നു. അതിനോട് മാറി അതിൻ്റെ പേര് പ്രത്യേക ഒരു പേരാണ്. ആ വൃക്ഷം, തമിഴിലെ പേര് അതിൻ്റെ പനീർ എന്ന, ആ വൃക്ഷത്തിൻ്റെയൊക്കെ പ്രാധാന്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രാധാന്യം മുല്ലപ്പൂ സമർപ്പിക്കുക, പവിഴമല്ലിപ്പൂക്കൾ, അതിൻ്റെ സാന്നിധ്യം ഏറ്റവും നല്ലതാണ്. പിന്നെ തുളസിയുടെ പ്രാധാന്യം വരുന്നുണ്ട്. പിന്നെ സുഗന്ധം ഏറ്റവും കൂടുതലുള്ള പൂക്കൾക്കൊക്കെ വലിയ പ്രാധാന്യമായിട്ടാണ് കാണിക്കുന്നത്. അതിലേറ്റവും പ്രധാനം മുല്ലപ്പൂവായിട്ടാണ് പറയുന്നത്. ഇവിടെ ഇദ്ദേഹവും വൈദ്യനായിരുന്നു, ജ്യോതിഷവും കൈകാര്യം ചെയ്തിരുന്നു, മാന്ത്രികം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സമാധിയായിട്ട് ഈ സമാധി ദിവസം എല്ലാ കാലവും കുറച്ച് പേർക്ക് ഭക്ഷണം, ഉച്ചയ്ക്കൊരു ഭക്ഷണം കൊടുക്കുകയും മറ്റ് കർമ്മങ്ങളൊന്നുമേ ഇവിടെയില്ല. ഇതിന് മുമ്പിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു അത് നടപ്പിലാകും. പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നതും ഇതാണ്, സമാധാനത്തോടെയുള്ള ആഗ്രഹം. ഇതിൻ്റെ പിൽക്കാലത്തെ നമ്മൾ ഫലങ്ങൾ നോക്കുമ്പോഴും കാണുന്ന അതാണ്. സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പുഷ്പം സമർപ്പിക്കുക. സമാധാനം, ജീവിതം സമാധാനമായിരിക്കാനുള്ള അവസരം തരണമെന്ന് മാത്രമേ പറയാകൂ എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിന് പരസ്യം നൽകാതിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത്തരം നാശങ്ങളൊക്കെ വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ സ്വജനങ്ങൾക്ക് തന്നെയും അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവം വളരെയേറെ പ്രത്യക്ഷമായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ 28 വർഷമായിട്ട് ജ്യോതിഷം നോക്കുന്നു. 34 വർഷമായിട്ട് ഞാൻ യോഗാഭ്യാസം പരിശീലിച്ച് ധാരാളം പേരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പിന്തുണയായിട്ട് നിൽക്കുന്നതും ഈ സമാധി സ്ഥാനം തന്നെയാണ്. ഞാൻ എന്ത് സങ്കല്പിച്ചു വെച്ചാലും അത് ഫലിക്കും. ഇവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ചില പ്രത്യേക കൂട്ടുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ജ്യോതിഷം നോക്കണം, ഭക്ഷിച്ചിട്ട് വേണം ചെയ്യാനെന്നൊക്കെ ചില കണക്കുകളുണ്ട്. അത് ഞങ്ങളുടെ പരമ്പരയിലേക്ക് മാത്രമാണ് ആ ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ പുറ്റ്, ഇവിടെ ഈ മരിച്ചവരുടെ എണ്ണമായിട്ട് ഓരോ പാറകളും വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന പുറ്റ്, അതിലെ മണ്ണ്, ഇതിനൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ എനിക്കറിയാവുന്ന കാര്യമാണ്. വെളുത്ത് അത്യധികം പൊക്കമില്ലാത്ത, എന്നോളം തന്നെ എൻ്റെ മാത്രമൊക്കെ പൊക്കമുള്ള വെളുത്ത് മെലിഞ്ഞ ഒരു രൂപമായിട്ടാണ് കാണുന്നത്. വെള്ളയാണ് ധരിച്ചിരിക്കുന്നതായിട്ട് വരുന്നത്. ഇവിടെ വളരെ പ്രത്യക്ഷമാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമായിട്ട് പറയുന്നത് ഈ
അദ്ദേഹത്തിൻ്റെ പേര് അപ്പാവു സ്വാമികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം കേളക്കിയർ സിദ്ധരുടെ പുനർജന്മമായിരിക്കുന്നത് കൊണ്ട് ഓം കേളക്കിയർ സിദ്ധർ നമോ നമഃ, ആ ഹാ തന്നെ പ്രയോഗിക്കണമെന്നാണ്. നമോ നമഃ, ഓം കേളക്കിയർ സിദ്ധർ നമോ നമഃ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. അത് എത്രമാത്രം ജപിക്കുന്നു അത്രമാത്രം കലിബാധ അടങ്ങുമെന്നാണ്. അത്രമാത്രം നമ്മളുടെ കലിബാധകളുമാരും കലഹിക്കുന്നവർ, സ്വജനങ്ങളെ കൊണ്ടുള്ള കലഹം നിമിത്തം ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ മന്ത്രം ജപിക്കുക ഇവിടെ വന്നതെന്നാണ്. സ്വജനങ്ങളെ കൊണ്ടുള്ള ശല്യം, മറ്റുള്ളവരെ കൊണ്ടുള്ള ശല്യം, നമ്മൾക്കൊരിക്കലും പ്രതീക്ഷിക്കാത്തവരെ കൊണ്ടുള്ള ശല്യം നിമിത്തം നമ്മൾക്ക് ദുഃഖം വരുന്നു എങ്കിൽ ഓം കേളക്കിയർ സിദ്ധർ നമോ നമഃ എന്ന മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. 18 ശൈവസിദ്ധന്മാർക്ക് ശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, എന്നാൽ അതിൽ പെടാത്തതാണെങ്കിലും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് കേളക്കിയർ സിദ്ധർക്ക്. കേളക്കിയരുടെ പ്രാധാന്യം അനുസരിച്ച് ഈ പ്രദേശത്തിൻ്റെ ഒരു അതിര് നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മന്ത്രസിദ്ധികൾ, അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ രേഖകളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജീവശരീരത്തിൽ നിന്ന് ഈ ശരീരം ഇപ്പോഴും ദ്രവിക്കാതെ ഇരിക്കുന്നു എന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തിൽ വന്നിരിക്കുന്നത് അക്കാലത്ത് എന്തോ ഒരു വെളിപാട് പോലെ വന്നിട്ട് അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്ന കുറച്ച് ഗ്രന്ഥങ്ങളും അതിനോടൊപ്പം സമാധിയോടൊപ്പം ഇട്ട് മൂടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്തുള്ളതും അതിനു മുമ്പുള്ളതുമായ ചരിത്രങ്ങളും അതിനകത്തുണ്ട്. ഇവിടെ വരുന്നവർക്ക് പ്രാധാന്യമായിട്ടുള്ളതാണ് ഇനിയുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി അടുത്ത തലമുറകൾക്കും ഇത് വലിയൊരു സാന്നിധ്യമായിട്ട് ഈ പ്രദേശത്ത് നിലകൊള്ളും. ഇത് ഏറ്റവും വലിയ ഒരു ശൈവ സാന്നിധ്യ കേന്ദ്രമായിട്ട് അറിയപ്പെടും എന്നാണ് കണക്കുകൾ. അതൊക്കെ ഒരു പക്ഷേ എൻ്റെയൊക്കെ കാലങ്ങൾക്ക് ശേഷവും മറ്റുള്ളതും ആയിരിക്കും. ഏകദേശം ഇത് ദീർഘകാലം, ആയിരക്കണക്കിന് വർഷങ്ങളോളം ലോകത്ത് ശ്രദ്ധിക്കപ്പെടും എന്നാണ്. ഇനിയും കേളക്കിയർ സിദ്ധർക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ഈ കാലയളവിൽ. സുബ്രഹ്മണ്യ സാന്നിധ്യം, ശിവസാന്നിധ്യം, ഇതിന് ഇപ്പോൾ ശൈവമാണല്ലോ അതെല്ലാം തന്നെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ആയുർവേദം, ഈ കുടുംബത്തിൽ നിന്ന് ആയുർവേദം പോയിക്കൂടാ എന്നുണ്ട്. വൈദ്യവും മാന്ത്രികവും ആയുർവേദവും തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഇലച്ചാറുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് കൂടുതൽ കണക്കുകൾ പറയുന്നത്. വൈദ്യത്തിലെ പരമ്പരാഗതമായ വൈദ്യവൃത്തിയിലെ കഷായങ്ങൾ, കൂട്ടുകൾ, ഇതൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ അതീതമായിട്ട് ചില ഇലകൾ മണ്ണുമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇലച്ചാറുകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള രേഖകളുമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നതുമൊക്കെ കുറേയേറെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പാവു സ്വാമികളുടെ സമാധി ഇരിക്കുന്ന ഈ ഭൂമിയിൽ മൃതശരീരങ്ങളൊന്നും കുഴിച്ചിടാനോ ദഹിപ്പിക്കാനോ ഒന്നും പാടില്ല എന്നൊരു കണക്കുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ശ്മശാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്തുള്ളവരുടെ കുറേ അനിയന്ത്രിതമായ ഇഷ്ടങ്ങളും ശൈലികളും ഒക്കെ കൊണ്ട് അതിനൊക്കെ കുറച്ചൊരു കോട്ടം സംഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ അതെല്ലാം മാറി തിരികെ ഈ കുടുംബത്തിൻ്റെ എല്ലാ മഹത്വവും തിരിച്ച് പുരാതനമായിട്ടുള്ളതെല്ലാം വരുമെന്നാണ്. 4 കെട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് തന്നെ 1336 വർഷമായി എന്നാണ്. അതിനുശേഷം അത് പൊളിച്ചു പണിഞ്ഞിട്ട് പുതുക്കിയത് ആയിട്ട് തന്നെ 717 വർഷമായി. അതിനു മുമ്പ് 10 വർഷം മുമ്പാണ് ഇദ്ദേഹം സമാധിയായിരിക്കുന്നത്. അതിനുശേഷമുള്ള ചരിത്രങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. ഒരുപാട് തലമുറകൾ ഇവിടെ കടന്നു പോയിരിക്കുകയാണ്. ഈ സാന്നിധ്യത്തിൽ വരുന്നവർക്ക് ആർക്കും ഇവിടെ വരാം. പക്ഷേ ഇതാണ്, വികലമായി ചിന്തിച്ചുകൊണ്ട് വരാൻ പാടില്ല. ആസുരികമായ ചിന്തകളോടുകൂടി ഇവിടെ എത്താൻ പാടില്ല. മറ്റുള്ളവർക്ക് നാശം ചിന്തിക്കുന്നവരെല്ലാം തന്നെയും ഇല്ലാതാകും ഈ പ്രദേശത്തേക്ക്. ഇനിയും ഉള്ള 6000 വർഷം ദൈവികതയുടെയാണ്. ഏകദേശം 2300 വർഷങ്ങളോളം ആസുരികത ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായി എന്നാണ് കണക്ക്. നമ്മൾ ആഗോളതലത്തിലുള്ള ജ്യോതിഷ കണക്കുകൾ എടുക്കുമ്പോൾ അഗസ്ത്യനാഡിയുടെയൊക്കെ പ്രകാരവും 2300 വർഷങ്ങളോളം ഭൂമിയിൽ ആസുരികത വളർന്നു. ആ ആസുരികതയ്ക്കുള്ള ഒരു നാശം, അസുരഗുരുവായിരിക്കുന്ന അസുരഗുരു എവിടെയൊക്കെ ആസുരിക സ്വഭാവമുള്ള കുട്ടികൾ ജനിക്കുന്നു അവിടെ എല്ലാം അദ്ദേഹം ബന്ധപ്പെടും. എന്നാൽ അങ്ങനെ വന്ന് ദേവാംശമുള്ള മനുഷ്യർ ജനിക്കാതെയായി എന്നാണ് പറയുന്നത്. എല്ലാവരിലും തന്നെ ഇപ്പോൾ ആസുരികത വളരെ കൂടുതലാണ്. അതിനിനിയുമുള്ള ഈ 6000 വർഷത്തോളം അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് ദൈവികത ഇനിയും ഏറ്റവും കൂടുതലാകും. അപ്പോഴും ആസുരികത ചെറിയ തോതിൽ നിലനിൽക്കും. അത് വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും. ഇപ്പോൾ 90% ആസുരികതയും 10% ദൈവികതയുമാണ്. ഇനിയും 90% ദൈവികതയും 10% ആസുരികതയുമായിട്ട് മാറി വരുന്ന ഒരു കാലയളവിലാണ് നമ്മൾ കേളക്കിയർ സിദ്ധരെക്കുറിച്ച് ഇത് പറയാനുള്ള അവസരം വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ നിയോഗം ആയിരിക്കും ഞാൻ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് മറ്റുള്ളവരും അങ്ങനെയാണ്. പല പ്രമുഖ സിദ്ധരുമൊക്കെ തന്നെ ഇത് എന്നാൽ തന്നെ മുന്നിലേക്ക് വരണമെന്നുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് പ്രകാരമാണ് ഞാനിപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. വളരെ വലിയ തോതിലല്ല അല്ലെങ്കിൽ പോലും ഒരു
ചെറിയ രീതിയിൽ ഇപ്രാവശ്യം ഇതിനെ കൂടുതൽ മംഗളമാക്കുക. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ മുല്ലപ്പൂക്കൾ സമർപ്പിക്കാം, പൂമാല സമർപ്പിക്കാം. പിന്നെ നെയ് ദീപം മുഖ്യമായിട്ടാണ് പണ്ട് കാലത്ത് ഇവിടെ ചെയ്തിരുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. നെയ് ദീപം, നെയ് വിളക്ക് കൊളുത്തുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പിന്നെ എണ്ണ കൊളുത്തുന്നതിൽ തെറ്റില്ല, ദൈവികത. പിന്നെ ഇതിന് ചുറ്റും മഞ്ഞൾപ്പൊടി വിതറുക, ഭസ്മം പ്രസാദമായി കൊടുക്കുക, അതിൻ്റെ നിന്നിരുന്ന വൃക്ഷം നഷ്ടപ്പെട്ടു പോയിരുന്നതൊക്കെ തിരിച്ചു വയ്ക്കുക, പിന്നെ സുഗന്ധം സാമ്പ്രാണിത്തിരി ഇങ്ങനെ കത്തിക്കുക, പിന്നെ മുല്ലപ്പൂക്കളുടെ ഗന്ധം, മുല്ലപ്പൂക്കൾ ചൂടുക, മുല്ലപ്പൂക്കൾ വെച്ച് പിടിപ്പിക്കുക, മുല്ല ചെടി, ഇതെല്ലാം ചെയ്യുന്ന ഇതിനൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവികമായ മനോഭാവം ഉള്ളവർക്ക് ഇവിടെ വന്നാൽ അതിൻ്റേതായ ശ്രേഷ്ഠത ഉണ്ടാകും. നമ്മൾക്ക് ആസുരികമായത് യാതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ ഉള്ളവർക്കെല്ലാം ദോഷമാണ്. മുമ്പ് ഒരു വീഡിയോ ഇതുപോലൊരു യൂട്യൂബർ പറഞ്ഞത് പ്രകാരം ഞാൻ ചെയ്തിരുന്നു. അന്നും പറഞ്ഞിരുന്നു, ആസുരികമായി സങ്കല്പിക്കുന്നവർ ഈ മണ്ണിലേ കാലുകുത്താൻ പാടില്ല, ഈ പ്രദേശത്തേക്ക് എത്താനും പാടില്ല, ഒരു തരത്തിലുള്ള ദോഷങ്ങളും ചെയ്തുകൊണ്ടുള്ളവർ വരരുത്. മാംസം ഇവിടെ പാടില്ലാത്തതാണ്. അതിനുശേഷമുള്ള ഈ ഭദ്രകാളി സങ്കല്പത്തിലേക്കുള്ള പൂജകൾ കുറച്ച് വർദ്ധിച്ച കാലയളവിൽ എൻ്റെ അച്ഛനേക്കാൾ മൂന്നാമത്തെ തലമുറയ്ക്കപ്പുറം ഉള്ളവർ അങ്ങനെയുള്ള കുറേ കർമ്മങ്ങൾ ഇവിടെയുള്ള മറ്റ് ദേവതാ സങ്കല്പങ്ങളിൽ കുറേ അനുഷ്ഠിക്കാൻ തുടങ്ങിയതും സമാധി സ്ഥാനത്തിനൊരു കോട്ടം സംഭവിപ്പിക്കാൻ ഇടയായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത്തരം കർമ്മങ്ങളൊന്നും ഇപ്പോഴിവിടെ ഇല്ല. ഇപ്പോൾ വളരെ സാത്വികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം സർവ്വമംഗളങ്ങളും വരും. ഇതിൻ്റെ കണക്കുകൾ അനുസരിച്ച് മറ്റ് ദേശങ്ങളിലുള്ള സമൂഹങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതൊക്കെ കാലങ്ങളാണ് ഇനിയും തെളിയിക്കുന്നത്. സമാധി സ്ഥാനം കുടികൊള്ളുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ടൗണിനടുത്ത്, ഹരിപ്പാട് പട്ടണത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ഹരിപ്പാടിൻ്റെ ടൗൺ ഈ പ്രദേശം തന്നെയായിരുന്നു എന്നാണ് അറിവുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ പട്ടണത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ വ്യത്യാസപ്പെട്ട് വാത്തുകുളങ്ങര അമ്പലം എന്ന് പറയുന്ന ഒരു ദേവീക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഈ സമാധി സ്ഥാനം കുടികൊള്ളുന്നത്. ഈ സമാധി സ്ഥാനത്ത് നിന്ന് വടക്ക് വശത്തായിട്ടാണ് ഈ വാത്തുകുളങ്ങര ദേവീക്ഷേത്രം നിലകൊള്ളുന്നത്. വാത്തുകുളങ്ങര ദേവീക്ഷേത്രം ഈ ഹരിപ്പാട് പിലാപ്പുഴക്കരയിലെ 7 വീടുകളും ചേർന്നിട്ട് ചെയ്തിരിക്കുന്ന ക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് സങ്കല്പിച്ചാണ്, അവിടേക്കാണ്, അങ്ങനെയെല്ലാം ഇവിടെ വടക്കോട്ടാണ് വിളക്ക് കൊളുത്തുന്നത്. ഏവർക്കും വന്ന് ദർശനം നടത്താവുന്നതാണ്. പ്രഭാതത്തിലാണ് ഇതിന് പ്രാധാന്യമുള്ളത്. വന്ന് ദർശനം നടത്തുന്നതിന് കുഴപ്പമില്ല. ഇതിനോടൊപ്പം തന്നെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, അത് തിരക്കിയിട്ട് വരാവുന്നതാണ്.